അടിപൊളി പോർക്ക് കിട്ടും. മാറ്റി വെച്ചിട്ട് ഇറച്ചി നമുക്ക് തട്ടാട്ടാ. അച്ഛൻ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സരിതയും സീമ ചേച്ചി കയ്യാളായിട്ട് നിൽക്കണം എന്ന് മാത്രമല്ല, ഇവർക്ക് രണ്ടുപേർക്ക് അച്ചാച്ചനോട് എന്തൊരു സ്നേഹ. അമ്മ അത് ചീന കണ്ടിട്ട് അമ്മേരെ അടുത്തൊക്കെ നിന്ന് ഇറച്ചി നോക്കുമ്പോൾ മുണ്ട് സ്വാഭാവികമായിട്ട് നീങ്ങുമല്ലോ. പോർക്കിൻ്റെ ഒരു വെറൈറ്റി വേർഷൻ നമ്മളിന്ന് കുറേ ഉള്ളി വിളവെടുപ്പ് നടത്തിയിട്ട് നമ്മളതില്ലേ കേട്ടാ. ഇത് ഉള്ളി ഇതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഉള്ളിയാണ്. 4 കൊല്ലങ്ങൾക്ക് മുമ്പ് 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലേട്ടൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉള്ളി വിളവെടുത്ത് കഴിഞ്ഞിട്ട് ഒരു പോർക്കിറച്ചി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വെച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു. കമ്പനിയായിട്ട് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെയുണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ലോഡ് ഉള്ളിയൊക്കെ ഉള്ളിയുടെ തണ്ടൊക്കെ ചേർത്തിട്ട് ഒരു അടിപൊളി പോർക്ക് വെപ്പ്. അപ്പോൾ ഇന്ന് ഉള്ളി വിളവെടുത്തപ്പോൾ ഞാൻ പോർക്കിറച്ചി വാങ്ങിച്ചു കൊടുന്നു കണ്ട. അപ്പോൾ എനിക്ക് ഇന്ന് തോന്നി എനിക്ക് ഈ ഉള്ളി ആ രീതിയിലല്ല അതന്നെ, പക്ഷേ അതിൽ മുളക് പൊടി ഒക്കെയുണ്ട്. പക്ഷേ നമ്മൾ മുളക് പൊടിയില്ലാതെ കുരുമുളകിൽ മാത്രമായിട്ട് വയ്ക്കാനുള്ളൊരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും പോർക്ക് ഇഷ്ടമാണെന്നില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഈ സാധനം. അപ്പോൾ ആദ്യം നമുക്ക് പോർക്ക് കുടിലിൽ വേവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനത്തെ വലിയ പീസ് 2-3 പീസുകളാണ്. സരിതേ കട തുറക്കാൻ പോവല്ലേ, കട തുറക്കാറായില്ല. അപ്പോൾ അവിടുത്തെ തിക്കും തിരക്കിലാണ്. അത് കാരണം ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞ് തറക്കിക്കാനായിട്ട് സരിത ഇവിടെ ഇല്ല. ഉള്ളിറച്ചി ഇത്തിരി കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെ ആദ്യം ഇങ്ങനെ പീസുകളാക്കിയിട്ട് നമുക്കിത് വേവിക്കാൻ വെച്ചിട്ട് ബാക്കി കാര്യത്തിലേക്കാണ് പോകാട്ടോ. വെറുതെ ഒന്ന് കഴുകണം, നന്നായിട്ടൊന്ന് കഴുകണം ആദ്യം. എന്നിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. എന്നിട്ട് വേവിച്ച് കഴിഞ്ഞിട്ടാണ് നുറുക്കുക ഈ സാധനം. പിന്നെ വേവിച്ച് കഴിഞ്ഞിട്ടും നുറുക്കി വീണ്ടും കഴുകൂട്ടോ. അതിപ്പോൾ വെറുതെ ഒന്ന് നന്നായി ഒന്ന് കഴുകും. നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. കുക്കറിലൊന്നും ഇട്ട് വേവിക്കുന്നില്ല നമ്മൾ. ചട്ടി അടപ്പത്തായിരുന്നു, അതിന് വെറുതെ ഞാൻ തീ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അടപ്പത്തേക്ക് കൊണ്ടുപോകാം വെച്ചു. ഇതിലിത്തിരി കുറച്ച് മഞ്ഞൾപ്പൊടി, കല്ലുപ്പ് ഇതിട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. ഇനി ഈ അടപ്പത്ത് കിടന്നിട്ട് ഒന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് നുറുക്കാം. നമ്മുടെ ഇറച്ചി ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെന്തു കണ്ട. ഒരു 10-30 മിനിറ്റ് ആയിരുന്നുണ്ട്, അരമണിക്കൂറോളം ആവാറായിരുന്നുണ്ട്. അപ്പോൾ വെന്തു. ഇത് നമുക്ക് ഇറക്കാം കേട്ടോ. ഇറക്കിയിട്ട് ഒരു കൈയൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല. ഈ പാത്രത്തിൻ്റെ അടിയിൽ കരിയണ്ട. എന്നൊരു സംഗതി എന്ന് വെച്ചിട്ടില്ലേ, നമ്മുടെ ഇമ്രാനും ചാർലിക്കും ചോറ് വെച്ചതാണ്. ചോറ് വെച്ചിട്ട് ഈ പാത്രത്തിൽ ചോറ് വെച്ചേട്ടാ, സാധാരണ ചോറ്. അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് പോയി വന്ന് കുറച്ച് ഇങ്ങനെ പുറത്തുനിന്ന് കരിയണ മണം കേട്ടല്ല അറിഞ്ഞു. ഭയങ്കര മണം. ചോറ് അടിയെ പിടിച്ച് പാത്രം കരിഞ്ഞ് തവിടുപിടി പരമാവധി കഴുകിയിട്ടെങ്കിൽ ഈ കളറായ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ എന്തതൊക്കെ നമ്മൾ ഈ വെള്ളമല്ലേ, ഈ വേവിച്ച വെള്ളമല്ലേ, ഇത് വേണ്ട, നമുക്ക് ആവശ്യമില്ല. ഈ വെള്ളം കളയാനുള്ളതാണ്. നമ്മൾ ഇറച്ചി നുറുക്കാൻ പോവാണ്. ഇറച്ചി നുറുക്കുമ്പോൾ ഞാനൊരു കഥ പറയാം കേട്ടോ. കഥയല്ല, ഒരു സംഭവ കഥ. അപ്പോൾ നമ്മൾ ഈ ഇറച്ചി നുറുക്കാൻ പോണത് ഇങ്ങനെ സമചതുര കഷ്ണങ്ങളായിട്ടല്ല നുറുക്കുന്നത്. ഇറക്കി കത്തി പോണ്ട, നുറുക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത പണി ഇരിക്കുക കിടക്കേണ്ടതേ. അപ്പോൾ ഭയങ്കര ചൂടാണ്. നമ്മൾ അത്യാവശ്യം ഈ വലിപ്പത്തിലുള്ള നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് നുറുക്കുന്നത് കേട്ടോ. ചിലത് അങ്ങനെ കിട്ടില്ല, എന്നാലും നമ്മൾ പരമാവധി അങ്ങനെ ചെയ്യുമ്പോൾ നന്നായി കണ്ടോ. ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലേ അച്ഛൻ ഉണ്ടായിരുന്ന ടൈമിലിട്ടോ, എപ്പോഴൊന്നല്ല, ഒരു 2006 സമയത്ത് ഞങ്ങളുടെ എൻ്റെ സാഹചര്യമൊക്കെ കല്യാണം കഴിഞ്ഞ ടൈമിൽ കേട്ടോ. അപ്പോൾ അച്ഛൻ നല്ല കുക്കാണ്, നല്ല പോലെ പാചകം ചെയ്യും, അടിപൊളിയായിട്ട് പാചകം ചെയ്യും. ഭയങ്കര ടേസ്റ്റാണ് അച്ഛൻ്റെ പാചകം. ഇറച്ചിയല്ല പച്ചക്കറിയിലും വയ്ക്കാൻ അച്ഛൻ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ അനിലേട്ടൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. 2003 കല്യാണം കഴിഞ്ഞ ടൈമിൽ അനിലേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. തറവാട് എന്ന് പറഞ്ഞ സാധനം സ്വർണ്ണപ്പണി സ്ഥലമായിട്ട് മാറിയ കാരണം പിന്നെ വേറെ നിൽക്കാനായിട്ട് വേറെ വീടില്ല. അപ്പം ഞാനും സരിതയൊക്കെ അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അനിലേട്ടൻ ഇറച്ചി വാങ്ങിച്ചു കഴിഞ്ഞാൽ അച്ഛനെ വിളിക്കും, അച്ഛനാണ് വെക്കുക. അച്ഛൻ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സരിതയും സീമ ചേച്ചി കയ്യാളായിട്ട് നിൽക്കണം എന്ന് മാത്രമല്ലോ. അപ്പോൾ എപ്പോഴായാലും അച്ഛനെ ഇറച്ചി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
വയ്ക്കാൻ നിന്ന് നുറുക്കാനിരിക്കുമ്പോൾ ചേട്ടന്മാർ 2 പിള്ളേരുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. അവർ ചെറിയ പിള്ളേരുകളാണ്. അവർ 6-7 വയസ്സ് പ്രായമുള്ള 2 പിള്ളേരുകളാണ്. ഒരേ പ്രായം 2 പേരും. അവർ 2 പേരും ഈ അച്ഛൻ ഇറച്ചി നുറുക്കുന്നത് കാണാനായിട്ട് അച്ഛൻ്റെ മുന്നിൽ വന്നിരിക്കാറുണ്ട് എല്ലാ പ്രാവശ്യം. അച്ഛൻ മറ്റേ അല്ലാണ്ട് വീടിൻ്റെ ബാക്കിൽ ഒരു ഇറയുണ്ട്, മറ്റേ അടുക്കള കഴിഞ്ഞിട്ടൊരു ഇറയം കണ്ടിട്ടില്ലേ, ഈ തിണ്ണയ്ക്ക് ആയിട്ട് ഇറയത്തിന് അച്ഛൻ നുറുക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അച്ഛൻ നുറുക്കായിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ നുറുക്കായിരിക്കും കേട്ടോ. ഇറച്ചി ഇങ്ങനെ നുറുക്കായിരിക്കും, ഇതുപോലെ നുറുക്കായിരിക്കും. ആ സമയത്ത് പിള്ളേരുകൾ 2 പേരും ഇവിടെ വന്നിരിക്കും കേട്ടോ. അത് അച്ഛൻ ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കറിയാം, അല്ല അച്ഛനാ ഇറച്ചി നുറുക്കായിരിക്കണമെങ്കിൽ ഇവർക്കറിയാം ഇവർ എവിടെ നിന്നൊക്കെയാ വരും. അപ്പോൾ എല്ലാ ദിവസമല്ല, ഇറച്ചി വാങ്ങിക്കുന്ന ടൈമിലൊക്കെ ഇവർ വന്നിരിക്കും. അച്ഛൻ അവിടെ ഇറച്ചി നുറുക്കായിരിക്കണമെങ്കിൽ ഇങ്ങനെ 2 പേര് ഇരിക്കും കേട്ടോ. അങ്ങനെ 2 പേര് ഇരുന്നിട്ട് ഇങ്ങനെ എടുത്ത് നോക്കിയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കിയിരുന്നിട്ട് ഒരാൾ പറയും വരണ്ട എന്ന് പറയും. അപ്പോൾ മറ്റവൻ പറയും മിണ്ടെടുക്കെന്ന് പറയും. ഇത് ഞങ്ങളൊക്കെ കണ്ടിട്ടാ ഇവർ ഇത് പറഞ്ഞത്. അച്ഛനും മനസ്സിലായില്ല, ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായത് എന്തിട്ട് ഇവർ ഇതെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ കാര്യം മനസ്സിലായി. അതായത് അച്ഛനൊക്കെ മുണ്ടിനെടുക്കുക, മുണ്ട്, പിന്നെ ഡ്രോയറാണ് ഇടുക. ഡ്രോയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. പണ്ടത്തെ ഒരു പ്രായമായി ഇടുന്ന ട്രൗസറാണ്. ട്രൗസർ എന്ന് പറഞ്ഞാൽ ഈ ചരടൊക്കെ കെട്ടിയിട്ട് ഈ വരയനായിരിക്കും. ഞാൻ നമ്മുടെ ജെട്ടി മരത്തിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നീല കളറ്, നീലും വെള്ളയായിട്ടായിരിക്കും വരയാൻ. ആ തുണി കൊണ്ടാണ് ഡ്രോയർ തയ്ക്കുക. അങ്ങനത്തെ ഓരോ വീട്ടിൽ പ്രായമായ ആളുകളാണെങ്കിൽ 2-3-4 ഡ്രോയർ ഉണ്ടാവും. അപ്പോൾ ഈ ഡ്രോയർ ഇട്ടിട്ട് പിന്നെ മുണ്ടെടുക്കുക ചെയ്യുക. അപ്പോൾ ഈ മുണ്ട് ഇറച്ചി നോക്കുമ്പോൾ മുണ്ട് സ്വാഭാവികമായിട്ട് നീങ്ങുമല്ലോ, നമുക്കറിയാലോ. അപ്പോൾ ഇവർ എന്നിട്ട് സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇറച്ചി നോക്കുമ്പോൾ ഈ നീങ്ങണമല്ല, അച്ഛൻ്റെ മുന്നിലേക്ക് ഈ ഡ്രോയറിൻ്റെ ഇടയിലേക്ക് ഉള്ള നോട്ടമാണ്. ഇത് കാണാനാണ് ഇവർ എല്ലാ പ്രാവശ്യം ഇറച്ചി നോക്കുമ്പോൾ ഇവർ 2 പേരും വന്നിരിക്കുന്നത്. അപ്പോൾ അച്ഛനാണിത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുണ്ടൊതുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പെട്ടെന്നാണ് അച്ഛൻ ഇത് ശ്രദ്ധിച്ച് ഇത് അച്ഛൻ്റെ ഡ്രോയറിൻ്റെ ഉള്ളിലേക്കാണ് ഇവർ നോട്ടം മുഴുവനായിട്ട്. അച്ഛനാണ്ട് ഇത് പോയി അവിടെ ഒരു ബീപ്പ് ഇട്ട് കൊടുത്തോട്ടാ, അച്ഛൻ്റെ തെറി അറിയാലോ. അങ്ങനെ ഇറച്ചി നുറുക്കുമ്പോൾ അച്ഛൻ്റെ പിള്ളേരുള്ള വരവ് അന്നത്തോടുകൂടി നിർത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അച്ഛൻ ചാൻസ് കൊടുത്തിട്ടില്ല നുറുക്കാനായിട്ട്. ഇത് നുറുക്കുമ്പോൾ ഇവർ വിചാരിച്ചു അച്ഛൻ്റെ ഇറച്ചി നുറുക്കൽ കാണാനാണ് ഇവർ വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും വിചാരിച്ചു, ഓ ഇവർക്ക് 2 പേർക്ക് അച്ചാച്ചനോട് എന്തൊരു സ്നേഹ. അങ്ങനത്തെ ഒരു തമാശ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രസമാണ്. അത് ആലോചിക്കുമ്പോൾ ശരി വരും കേട്ടോ നമുക്ക്. ഇതെല്ലാം അങ്ങനെ നീളത്തിൽ കിട്ടണമെന്നില്ല കേട്ടോ. ഞാനിപ്പോൾ നീളത്തിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അരിയണമെന്നുള്ളൂ കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് നുറുക്കി കഴിഞ്ഞു കേട്ടോ. ഇത് 500 രൂപ ഇറച്ചിയാണ്. ഇതൊന്നുകൂടി ഞാൻ വെറുതെ ഒന്ന് കഴുകും കേട്ടോ. നന്നായി വെന്തിട്ടുണ്ട്, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പൊടിച്ചലൊന്നുമില്ല. പുറം കറച്ചു വെക്കും. ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ട്രൗസർ ഇടാൻ നല്ലത്. അപ്പോൾ ആരും മുന്നിൽ വന്ന് നിൽക്കില്ല. ഈ ചട്ടിയിൽ ഇതിൽ തന്നെ നമുക്ക് ഫ്രൈ ആക്കാം. ഇത് ഞങ്ങൾ തന്നെ കുഴപ്പമില്ല, നെയ്യിൻ്റെയാണ്. അടുപ്പത്ത് വയ്ക്കുക. വീണ്ടും നമ്മൾ ഇത് അടുപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. അടുപ്പത്താണ്ട് ഇരുന്നോട്ടെ. ഇനി ഇതിൽ കിടന്ന് കുറച്ചേരം ഒന്ന് ഫ്രൈ ആവണം കേട്ടോ. അത് തന്നെ കിടന്നിട്ട് എന്നിട്ട് നമുക്ക് ബാക്കി പണിയിലേക്ക് പോകാം. നമുക്ക് അതിന് മുന്നേ നമുക്ക് നമ്മുടെ ഉള്ളി കേട്ടോ, ഉള്ളി നമുക്ക് കണ്ടമാനം എടുക്കണം ആവശ്യത്തിന്. ഈ ഉള്ളി നമ്മുടെ ഉള്ളിയായ കാരണം നമുക്ക് എന്താ ചെയ്യുക, നന്നായി കഴുകി ആ വേരും കീരൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളി ഇത്തിരി കൂടുതൽ എടുക്കണ്ട കേട്ടോ. ഞാൻ ഉള്ളിയിൽ നിന്നുള്ള കളിയാണ് നടക്കാൻ പോകുന്നത്. നന്നായി കഴുകട്ടെ. നിനക്ക് കൊണ്ടുവന്ന് തരാം കേട്ടോ, നിനക്ക് കൊണ്ടുവന്ന് തരാമെന്ന് ആവശ്യം. അടിപൊളിയായിരിക്കും. നമ്മുടെ ഉള്ളി വേണ്ട, ഇങ്ങനെയൊക്കെയാൽ മതി. ഇതേണ്ട ഈ വേര് നമുക്ക് വേണ്ട. എന്തിട്ട ഉള്ളിയില്ലേ,
വേരുമ്പോൾ ചെറുതായിട്ട് മണ്ണുണ്ടാവും. ഇനി വീണ്ടും കഴുകണം കേട്ടോ അത്. പിന്നെ നമുക്ക് കുറച്ച് ഉള്ളി തണ്ടൊക്കെ നമുക്ക് ഇതിൽ ചേർക്കാം. കുറച്ച് ദിവസം ഈ സരിത നമ്മുടെ വീഡിയോയിൽ എപ്പോഴും ഉണ്ടാവില്ല. ഇനി അത് കുറച്ച് അവിടുത്തെ കാര്യങ്ങളൊന്നും ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാവും സാധാരണ പോലെ. ഇതുപോലത്തെ ഉള്ളി ഇട്ടിട്ടുള്ള ഇറച്ചി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇവിടെ മാത്രമല്ല കേട്ടോ കാണുള്ളൂ. കാരണം ഇതുപോലത്തെ ഫ്രഷ് ഉള്ളി എല്ലാ സ്ഥലത്തും കിട്ടാനില്ലല്ലോ. ഉള്ളി വീട്ടിൽ ചെയ്യുന്നവർക്ക് ഉണ്ടാവും, ചെയ്യാം. പക്ഷെ അവരിതുപോലെ വയ്ക്കണമെന്നില്ലല്ലോ. ഈ ഉള്ളിക്ക് നീര് ഭയങ്കരമായിട്ട് കൂടും. നീര് നമ്മുടെ ഈ പറിച്ച് അപ്പനെയുള്ള ഉള്ളിയല്ലേ, അതിന് നീര് ഇഷ്ടം പോലെ ഉണ്ടാവും. നമുക്ക് കമൻ്റ് ഇടുന്ന തലേബുണ്ട്. തലേബ് നമ്മുടെ ജെട്ടി മരത്തിനെ കുറിച്ച് പറഞ്ഞ് അതിൽ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. അവരവിടെ എറണാകുളത്തെ ജെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേനക ജെട്ടി, മറ്റേ നമ്മുടെ ബോട്ട് വരുന്ന ഇതാന്ന് പറയുള്ളൂ, ഷെഡി എന്ന് പറയണമെന്ന്. ഇപ്പം നമ്മുടെ അവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. നമ്മളവിടെ ബോട്ടും കിട്ടുന്നില്ല. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവണം. അപ്പോൾ നമുക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചതയ്ക്കാം. നമ്മുടെ ഉള്ളി വേരൊക്കെ ചെത്തി ഭംഗിയാക്കിയിട്ടാണ്. ഇനി ഇതിനെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് കഴുകണം. ഒരു 5-6 വട്ടം നമുക്ക് കഴുകാം. മണ്ണൊക്കെ ഉണ്ടെങ്കിലേ പോയിക്കോട്ടെ. ഉള്ളി കഴുകി കഴിഞ്ഞു. ഞാൻ അമ്മി കഴുകട്ടെ. നമ്മൾ ഇത്രയ്ക്ക് ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി അത്യാവശ്യം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്, ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ഇവിടെ ചതയ്ക്കാം. ആദ്യം നമുക്ക് ഇവർ ചതയ്ക്കാം. ഇഞ്ചി ടീമിൽ സംഗതി മിക്സിയിൽ ഒരു അടിക്കുള്ളോ വേണ്ട, നമുക്ക് ഇവിടെ മതി. അമ്മ അത് ചീന കണ്ടിട്ട് അമ്മേരെ അടുത്തൊക്കെ നിന്ന് കണ്ട് നമുക്ക് നല്ല പരിചയമൊക്കെ. ഇഞ്ചി ചതഞ്ഞു, ഇഞ്ചി ഇവിടെ വയ്ക്കുന്നു. വെളുത്തുള്ളി വെറുതെ ഒന്ന് ചതച്ചാൽ മതി. ഭയങ്കര വെളുത്തുള്ളി, അത് വില കൂടുതലതിന്. അങ്ങനെ വെളുത്തുള്ളിയും ചതച്ച് കഴിഞ്ഞു. ഈ 4 പച്ചമുളക്, ഇതൊക്കെ നമ്മുടെ പച്ചമുളക് കേട്ടാ. അത് ഞാൻ ഞെട്ടിടൊക്കെ എടുത്തോണ്ട്. നല്ല എരിവുണ്ട്, എൻ്റെ കൈയൊക്കെ നീറും. പച്ചമുളകും ചതച്ചു. ഇതൊക്കെ ഒരുമിച്ച് ചതച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ ഉള്ളിയാണ് എടുക്കുന്നത് കേട്ടോ. വെറുതെ ഒന്ന് ചതച്ചാൽ മതി. ഇങ്ങനെ വേണമെങ്കിൽ ചതയ്ക്കാം. ഇങ്ങനെ ചതയ്ക്കുന്നത് മാത്രം. ചതയ്ക്കുന്നത് നമ്മുടെ പ്ലേറ്റിലേക്ക് ഇടണം കേട്ടോ. വെറുതെ ചതച്ചാൽ മതി. എന്തുട്ടാ അതിൻ്റെ ഭംഗിയില്ലേ. പൂക്കൾ പോയിട്ടുണ്ട്, പൂക്കൾ പോയിട്ടുണ്ട്. അരളിപ്പൂക്കൾ പോയി സാധനം. ഇനിയുണ്ട് കേട്ടോ, ഇനി ഉണ്ടാക്കാൻ. പെയിൻ്റ് അടിക്കുന്ന അവർ വന്നിട്ടുണ്ട്. മഹേഷ് വന്നിട്ടില്ലേ, ശിവിയും പിന്നെ വേറൊരു കൂട്ടുകാരനും. കാരണം അവർ വർത്താനം അവിടെ നിന്ന് കേൾക്കണത്. ഞാനും ജഗും മാത്രമല്ല. പിന്നെ ഇവിടെ എല്ലാം ഉള്ളിയൊക്കെ ചതക്കൽ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ പൂ പോലത്തെ പ്ലേറ്റിൽ 2 കൂട്ടർ എടുക്കുക. നമ്മളെ ചതക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിത് ഇളക്കണം. ഇത് നെയ്യ് ഇറങ്ങി വന്നു തുടങ്ങി കണ്ട. ചെറുതായിട്ട് നെയ്യ് ഇറങ്ങി വന്നു തുടങ്ങി. അത് ഫ്രൈ ആയത് ചെറുതായിട്ട് ഫ്രൈ ആവണമെന്ന് അർത്ഥം. കുറച്ച് സമയം പിടിക്കരുത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവാൻ, ഭയങ്കരമായിട്ട് ഫ്രൈ ആവരുത്. നമുക്കിതിരിക്കേ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇട്ട മഞ്ഞൾപ്പൊടിയൊക്കെ ഒരുവിധം പോയിട്ടുണ്ടാവില്ല, മറ്റേ വെള്ളത്തിൻ്റെ ഒപ്പം പോയില്ല, വേവിക്കുമ്പോൾ പോകും. ഈ പീസുകൾ ചെറുതായി വരും. നമുക്കേ കുറച്ച് സമയമായിട്ടാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങോട്ട് കോരിയെടുക്കണം. നമ്മൾ ഇറച്ചിനെ വീണ്ടും കോരിയെടുക്കണം. ഇതിൽ കിടന്നു കഴിഞ്ഞിങ്ങനെ ഉരുകി നെയ്യ് കുറേ ഇതിരിക്കട്ട് വന്നുകൊണ്ടിരിക്കും. ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെയ്യ് ഉണ്ടാവില്ല കേട്ടാ. നെയ്യ് മാക്സിമം എത്തും. അപ്പോൾ ഈ ഇറച്ചി ഭയങ്കരമായിട്ട് ചുരുങ്ങും, റബ്ബർ പോലെയാവും. റബ്ബർ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടിച്ചാൽ ഭയങ്കര മുറുക്കാവും. നമുക്കത് എടുക്കാം, കോരിയെടുക്കാം. ഇതിൽ ഈ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ പാചകമൊക്കെ ചെയ്യുന്നത്. ഇനി വേറെ പാത്രം വേണ്ട. ശരിക്കും ഇത് നോൺ സ്റ്റിക്കിലാണെങ്കിൽ ഇങ്ങനെ ഈ ചട്ടിയുടെ അടിയിൽ കണ്ടത് എനിക്ക് ഇറച്ചിയുടെ തീ പിടിച്ചോണ്ട, അതുപോലെ പിടിക്കില്ല. ഇതിൽ കുറച്ച് നെയ്യുണ്ട്. നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ വേണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അരിക്ക് ഇടുന്നത് നോക്കിയാൽ നമ്മുടെ ഈ ഉള്ളിയാണ് ഇടുന്നത് കേട്ടോ. കംപ്ലീറ്റ് ഉള്ളി ഇട്ടു.
ചട്ടി ടിസ്റ്റടിക്കയിൽ ഇടുന്നത്. ഇതുകൊണ്ട് അളക്കുമ്പോഴേ അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങും. അതാണ് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ കുറച്ച് ഉപ്പിടണം കേട്ടോ. കസാരയും 2 പേരെ ഇളകിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുണ്ട് ഒരളക്കൽ. ഇതാണ് നല്ലത്. കസാല ഇരുന്നിട്ട് പുറം കളിച്ചു. ഞാൻ കുമാരേച്ചി ഞാൻ 4 നാൾ ഇവിടെ പാചകം ചെയ്തില്ലേ. അപ്പോൾ വിചാരിച്ചു കസാലയിലിരിക്കാനാണ് സുഖം. ഇതുമിരിക്കാനാണ് ഒരൊറ്റ ലെവലിലിരിക്കാനാണ് സുഖം. അത് ഉയരം കൂടുതലാണ്. മുന്നേ പിടിച്ചതൊക്കെ പോകുന്നു തുടങ്ങിയിട്ടാണ്. കണ്ട ഉള്ളിയിൽ കുറച്ച് വെള്ളത്തിൻ്റെ നീരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതന്നെ അതൊക്കെ പോകുന്നു തുടങ്ങി. ഉള്ളി നിങ്ങളെല്ലാവരും വീട്ടിൽ കൃഷി ചെയ്യും. സിമ്പിളാണ്. ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. സ്ഥലമൊന്നും വേണമെന്നില്ല. എന്തെങ്കിലും ഗ്രോ ബാഗിലൊക്കെ ഒരു ഉള്ളി നട്ടിട്ട് കുറച്ച് കമ്പോസ്റ്റും അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അടിപൊളിയിട്ടുണ്ടാവും. അപ്പോൾ വീട്ടിൽ ഉള്ളി ചെയ്യുമ്പോഴുള്ള ആ ഒരു ഇത് കണ്ട. വർഷകാലത്ത് വയ്ക്കാൻ പറ്റില്ല ചേട്ടാ. വേനൽക്കാലത്ത് അടിയിൽ പിടിച്ച് കംപ്ലീറ്റ് പോകുന്നു കേട്ടോ. നോക്കിയാൽ കണ്ട. അപ്പം അടിയിലില്ല. കണ്ട നമ്മുടെ ഉള്ളിയില്ലേ നോക്കിയാൽ കുറച്ചൊക്കെ കുറഞ്ഞു കേട്ടോ. അളവിൽ കുറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ വക സാധനങ്ങൾ ചേർക്കാം. ഈ 4 സംഘല്ലേ, നമ്മുടെ വേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇതാണ് മെയിനായിട്ടുള്ള സാധനം കേട്ടോ. ഇതിലേക്ക് ചേർത്ത് വേറെ ആളുകൾക്ക് ഇതിൽ പ്രവേശനമില്ല. ഇതിൽ കിടന്ന് വാർത്ത അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ടീമുകളൊക്കെ മൂത്തുട്ടാ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഇടേണ്ടത് മസാലപ്പൊടിയാണ് ഇടേണ്ടത്. മസാലപ്പൊടി ഏകദേശം 1 ടീസ്പൂണോളം ഇടുന്നു കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് മല്ലിപ്പൊടി വേണമെങ്കിൽ ഇത്തിരി ചേർക്കാം. ഇപ്പോഴും നമ്മൾ ചേർക്കണില്ല. മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിലേക്ക് അടുത്തത് നമ്മുടെ ഇറച്ചി മാറ്റി വെച്ചിട്ട് ഇറച്ചി നമുക്ക് തട്ടാം കേട്ടോ. ഇപ്പം ടേസ്റ്റ് അടിക്കുക എങ്ങാണ്ടിരിക്കറാ ചട്ടിയെ. അടുത്തത് നമുക്ക് നമ്മുടെ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് എരിവിനുള്ളത്. പച്ചമുളക് 4 എരിവ് നോക്കിയിട്ട് ഇപ്പോൾ ഒരു 1.25 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുണ്ട്. ഓരായാണെങ്കിൽ നമുക്ക് ഇനി ചേർക്കാം. അതുപോലെ ഇനി ഉപ്പ് നോക്കണം. നമ്മൾ ഇറച്ചി വേവിക്കുമ്പോൾ ഉപ്പിട്ടുണ്ടായിരുന്നു, കല്ലുപ്പിട്ടുണ്ടായിരുന്നു. അത് പിന്നെ വെള്ളം ഊറ്റി കളയുമ്പോൾ ഇതൊക്കെ പോയിട്ടുണ്ട്. എരിവ് കാണുമ്പോഴത്തേക്കും പോരായാണ്. നമുക്ക് കുറച്ചും കൂടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ചെറിയ തീയിൽ കിടന്നിട്ട് ആവട്ടെ. ചെറിയ തീയിൽ കിടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. ഉപ്പും എരിവും കുറവാണ്. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് വളരെ കുറവാണ് കേട്ടോ. കുരുമുളക് പൊടി 1 ടീസ്പൂൺ നിറച്ചും കൂടി ഇടുന്നു കേട്ടോ. 1 ടീസ്പൂൺ കേട്ടോ. ഇതും കൂടി ഇടാം. ഇപ്പോൾ ഒരു വേറെ കളറിലേക്ക് കടന്നു തുടങ്ങിയിട്ടാ. ഇരിക്കട്ടെ, കുറച്ച് നേരം കഴിയിട്ടാ. അപ്പം അതൊക്കെ ചെറിയ തീയിൽ ആയിക്കൊണ്ടിരിക്കട്ടെ. നമ്മൾ ചെറിയ കനലിൽ ഈ സാധനം ഇങ്ങനെ തീർത്തിട്ട് എന്തോരം നേരം വേണമെങ്കിലാക്കാം കേട്ടോ. ഒക്കെ നമ്മുടെ ഇഷ്ടമാണ്. സാധനം നോക്കിയാൽ ഗംഭീരമായിട്ടുണ്ട്. നമുക്കിത് ഇറക്കാം. ഞാൻ ഇതിൻ്റെ നോക്കിയത് കനൽ നോക്കിയാൽ ഇത് കണ്ട. ഈ കനലിലാണ് ഇത് കിടന്ന് ഇനി മൊരിഞ്ഞ് വരുന്നത്. നിർത്തി പരിപാടി ഇത് ഇറക്കിയിട്ടാ. ഈ ആവാത്തുള്ളിയൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ചട്ടിക്ക് കുറേ നേരം ചൂട് നിൽക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൽ നിന്ന് എടുക്കാം നമുക്ക് കുറച്ച്. ഇപ്പം എനിക്ക് അധികം കഴിക്കാൻ പറ്റില്ല, കുറേ കഴിയുമ്പോൾ കഴിക്കാം. അപ്പോൾ നമ്മൾ പാചകം ചെയ്ത് ക്ഷീണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് അധികം പറ്റില്ല. നമ്മുടെ ഇറച്ചി കേട്ടോ സാധനം ഞാൻ കഴിക്കാൻ ചൂടുണ്ട്. പോർക്കിൻ്റെ ഒരു വെറൈറ്റി വേർഷൻ. ഇതിങ്ങനെ ഉള്ളികളുണ്ട് കണ്ട. അത് ഭയങ്കര രസമാണ്. നമ്മുടെ ഉള്ളി ചെയ്യായിരുന്നു കേട്ടോ. മുറുക്കുണ്ടാവില്ല. സിമ്പിൾ സാധനം. ഇന്ന് എടുക്കരുത്. നാളെ കാലത്ത്
എടുത്തിട്ട് ഈ ചട്ടിയിലിട്ടിട്ട് തന്നെ ഒന്നുകൂടി അടുപ്പത്ത് വെച്ചിട്ടൊന്നും ചെറുതായിട്ടുണ്ട് മൊരിച്ചാണ് ഇടുക. അപ്പോൾ എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഇത് തനി കുരുമുളക് പൊടിയാണ്, 4 പച്ചമുളകുള്ള. ഇനി മുളക് പൊടി ഉണ്ടെങ്കിൽ ഇതിൽ മുളക് പൊടി ഇടാൻ നമുക്ക് ആ മൂപ്പിയില്ലേ, ആ സമയത്ത് മുളക് പൊടി ഇടാൻ, മല്ലിപ്പൊടി ഇടാൻ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടേതായ സ്റ്റൈലിൽ നമുക്ക് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് ചെയ്യാം. അപ്പോൾ സാധനം സൂപ്പറാണ്.